This call is now being recorded. Good morning, all. So these are the students who are yet to submit the assignment. Fatima, Shibilya, Gobika, Mohammad Sadif, Mohammad Shahal. So these students have to submit the notebook, and for the next, that is for the assignment book, Fatima, Fatimatul Shibilya, and Mohammad Sadif. Okay. So you are requested to submit the same. Okay, we will start now. Okay, in the previous class, we were discussing how to find the centroid of a given figure. Okay, so what we did is usually have a figure like this. Suppose you have a shape like this, L shape, L section. Then how will you find the centroid? The first step, you have given an axis, define an axis for that. Then you sectioned it, you made it into two pieces and add the same, right? That is, you sectioned like this and you have given the name 1 and 2. So correspondingly, you find the values for x1, y1, a1, x2, y2, a2, and using the relation, you add the same for the value for x bar and y bar. That is, x bar equal to a1 x1, a1 x1 plus a2 x2 by a1 plus a2. And for y bar, we have found a1 y1 plus a2 y2 by a1 plus a2. So you did like this. Now, alternately, you can also solve this same problem in another way. Like,
ഇപ്പം ഇവിടെ എന്താ ചെയ്തത്? യു ഹാവ് ടു ഗെറ്റ് ദ എൽ ഷേപ്പ് അല്ലേ? അപ്പോൾ ഇതിൽ ഒരു എൽ ഷേപ്പ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോമൺ സെൻട്രോയിഡ്. ഇൻഡിവിജ്വലി ദിസ് സെക്ഷൻ, 2 sections ഹാവ് ഇറ്റ്സ് ഓൺ സെൻട്രോയിഡ്, ദാറ്റ് യു നോ അല്ലേ? ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻട്രോയിഡ് അറിയാം. അതാണ് ഈ x1 ഉം y1 ഉം ഫോർ ദ സെക്ഷൻ 1. ഇനി 2ൻ്റെ ആയിരുന്നു x2 y2 അതിൻ്റെ പൊസിഷൻസ് അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ കമ്പൈൻ ചെയ്തത്. ഓക്കെ, യൂസിങ് ദിസ് റിലേഷൻ യു ഹാവ് കമ്പൈൻഡ് ആൻഡ് ഫൈൻഡ് ദ കോമൺ സെൻട്രോയിഡ്. കോമൺ സെൻട്രോയിഡിൻ്റെ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? ഇങ്ങനൊരു എൽ ഷേപ്പ് ഉണ്ടായത് എങ്ങനെയാണ്? ആദ്യം സെക്ഷൻ 1 അല്ലേ, സെക്ഷൻ 1 എടുത്തു, അതേപോലെ സെക്ഷൻ 2 എന്ന് പറഞ്ഞ സാധനം, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു എൽ ഷേപ്പ് ഉണ്ടായത്. ഇനി സെയിം എൽ ഷേപ്പ് നമുക്ക് വേണേൽ വേറെ രീതിയിൽ ചെയ്യാം. അതായത് ഒരു ബിഗർ റെക്റ്റാങ്കിൾ എടുത്തു, ഓക്കെ, അതിൽ നിന്നൊരു സ്മോളർ റെക്റ്റാങ്കിൾ നമുക്ക് വേണമെങ്കിൽ എന്താ റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും ഇതേ എല്ല് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിഗർ റെക്റ്റാങ്കിളിനെ നമ്മൾ 1 എന്ന് കൊടുത്തു പേര്, സ്മോളർ റെക്റ്റാങ്കിളിന് 2 എന്നും കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദെൻ in that case also you find the value for x1, y1, a1 for the bigger rectangle, and for the smaller rectangle x2, y2, a2. ഇവിടെ എന്താ ചെയ്തത്? ബിഗർ റെക്റ്റാങ്കിളിൽ നിന്ന് സ്മോളർ റെക്റ്റാങ്കിൾ നമ്മൾ മൈനസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ റിലേഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു a1x1, ഇത് ബിഗർ ആണ്. അപ്പോൾ സ്മോളറിൻ്റെ വരുന്നത് ഏതാണ്? 2 ആണ് അല്ലേ? ഇത് നമ്മൾ റിമൂവ് ചെയ്ത പോർഷനാണ് 2. സോ അവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും കൊടുക്കുക, മൈനസ് a2x2 ബൈ a1 മൈനസ് a2. ഈ 2 വരുന്നിടത്തൊക്കെ നമ്മൾ മൈനസ് കൊടുത്തു. കാരണം എന്താണ്? അത് റിമൂവ് ചെയ്ത പോർഷനാണ്. ദിസ് പോർഷൻ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ഇവിടെ നമ്മളൊന്നും റിമൂവ് ചെയ്യുന്നില്ല, എല്ലാം ആഡ് ചെയ്ത് പോകണം. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ എൽ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനിൽ എന്താണ് രണ്ടിടത്തും പ്ലസ് കൊടുത്തത് അല്ലേ? a1x1 പ്ലസ് a2x2 ബൈ a1 പ്ലസ് a2. സിമിലർലി ഫോർ y1 ഓൾസോ. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഇവിടെ ഒരു റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. റിമൂവ് ചെയ്യുന്ന പോർഷൻ നമ്മൾ മൈനസ് കൊടുക്കും. അപ്പം എന്തായിരിക്കും? y ബാർ വിൽ ബി ഈക്വൽ ടു a1/1 മൈനസ് a2/2 ബൈ a1 മൈനസ് a2. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. സെയിം ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് പറയാൻ കാരണം നമുക്കിനി കുറച്ച് ഫിഗേഴ്സ് വരും. ഫിഗേഴ്സിനകത്ത് ഹോൾ പോലുള്ള ഭാഗങ്ങൾ വരും. അപ്പോൾ അവിടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട കേസ് വരും. അപ്പോൾ റിമൂവ് ചെയ്യേണ്ട സ്ഥലത്ത് എന്തായിരിക്കും? നമ്മൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അത് വെച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? Yes or no? Okay, so we'll move to the problem. Okay, question എഴുതിക്കോ. Find the centroid of the given figure. Find the centroid of the given figure. Then draw this figure. 100 mm, 200 mm, 150, radius 50 mm. These two sides 50 mm each.
Okay, I think you have completed the figure. So this you can do in many ways. നമുക്ക് പല തരത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, റഫായിട്ടെന്ന് പറയാം. ഫസ്റ്റ് ഇങ്ങനൊരു ഫിഗർ നമുക്ക് വരണം അല്ലേ. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു വി ക്യാൻ കൺസിഡർ എ ബിഗ് റെക്ടാങ്കിൾ ലൈക്ക് ദിസ്, ആൻഡ് ഫ്രം ദാറ്റ് യു മേ കട്ട് എ triangle, remove a triangle from here and a semicircle from here. Then you will get this figure. കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ബിഗർ റെക്റ്റാങ്കിളിന് 1, ഇതിന് 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ you can add one triangle to a rectangle like this. അപ്പം ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ഇതിന്ന് ഒരു സെമി സർക്കിൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു സെയിം ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതേ ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കേസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്കിപ്പം സപ്പോസ് ഈ ഒരു കേസ് എടുത്തെന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിഫൈൻ ദ ആക്സിസ്. സോ axis. So axis is defined. Now sectioning. You have to section. So we are considering this case, that is we are adding a triangle. So we'll section like this. One triangle plus this rectangle and minusing this semicircle. So we'll number in that way. So this is 1. One is, so you may write like this. One is a triangle, and we give a positive sign because we are adding this triangle. Then rectangle, 2 is a rectangle, which is also added. So we will give a positive sign like this, 2. And 3 is a semicircle. 3 is semicircle, which we give a negative sign because in order to note that it is to be removed. Okay, so we will get the final figure adding this triangle to this whole rectangle, that is 2. Then after that removing this portion. Okay, so now we will find individually what is the value of x1, y1, a1, x2, y2, a2, x3, y3, a3, etc. Okay, so first of all x1. So x1 means it is a centroid of the one is triangle. So the distance, x distance from the axis, or the distance of the centroid of the triangle, or the portion 1 from the axis in the x direction, that is this particular distance. This is 2/3 of total base, that is 100. That is 2/3 into 100, which is equal to 66.6667 mm. Now y1 equal to, y1 is distance of the centroid of 1 from the axis in the y direction, that is this particular direction. This is 2/3 of this total length, that is total length is 150. So 2/3
into 150, which is equal to 100 mm. Now area of this triangle, that is half BH, that is half into 100 into height 150, which is equal to 7500 mm square. Okay, so this is about the section 1. Now coming to section 2. Section 2 is this complete rectangle, this particular rectangle. So, and its centroid is somewhere over here, that is 100 mm from this line towards this line, and 75 mm from this line. So we may see the values, that is x2, y2 and a2. So x2 is this is 100, then plus this half, that is 100. 100 plus 100, that is 200. 200 mm. Now y2 is half of this length, that is 150 by 2, that is 75 mm. And area A, length into breadth, that is 200 into 150, which is equal to 30,000 mm square. Now x3, y3 and a3. 3 is this. So x3 is distance of the centroid. Centroid is somewhere over here, that is from here to 4r by 3 pi distance. So x3 is from here to here, that is, this is 1000, yeah, no, 100 plus 50 plus 50. 100 plus 50 plus 50, which is equal to 200 mm. Now y3 is 4r by 3 pi, right? That is 4 into rs 50 by 3 pi, and you will get the value 21.2207 mm. Now area is pi r square by 2, right? So pi into 50 square by 2, and you will get the answer 3926.9908 mm square. Okay. Now, after getting these values, the final relation x bar. What is the value for x bar? Gobiga. Okay, Gadha Krishna. Gadha Krishna. Sir?
ആ എന്താണ് എക്സ് ബാറിന്റെ വാല്യൂ എന്താണ്? എക്സ് ബാർ ആ A1 X1 വാല്യൂ കണ്ടുപിടിക്കാനാണോ? ഏതാ പ്ലസ് A1 X1 പ്ലസ് ആ A2 X2 പ്ലസ് ആ പ്ലസ് ആണോ? A3 X3 divided by A1 plus A2 plus A3. അല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഫിഗർ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? 1 എന്ന് പറഞ്ഞ സെക്ഷൻ 2 എന്ന് പറഞ്ഞ സെക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്തു അല്ലേ? അതിൽ നിന്ന് 3 എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പൊ റിമൂവ് ചെയ്യുന്ന പോർഷനൊക്കെ നമ്മൾ മൈനസ് നമ്മൾ കൊടുക്കും. അപ്പൊ അതിന്റെ റിലേഷൻ വരുന്നത് എന്താണ്? 3 ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, 1ഉം 2ഉം നമ്മൾ പ്ലസ്, അതായത് ഇവിടെ നമ്മൾ ഇട്ട് പ്ലസ് പ്ലസ് മൈനസ് എന്ന് കൊടുത്തിട്ടില്ലേ? ഇപ്പൊ ഇത് നോക്കിയാൽ നേരിട്ട് നമുക്ക് റിലേഷൻ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? A1 X1 പ്ലസ് A2 X2, ഇത് രണ്ടും പ്ലസ് ആണ്. മൈനസ് A3 X3 ഡിവൈഡഡ് ബൈ താഴെ എന്തായിരിക്കും വരിക? A1 plus A2 minus A3. മൈനസ് A3. ഓക്കെ, ഇങ്ങനെ വരും. അതേപോലെ ഇനിയിപ്പം y ബാർ ആണെങ്കിൽ ഇപ്പം എന്തായിരിക്കും വരിക? y ബാർ ഈക്വൽ ടു A1 by 1 plus A2 by 2 minus A2 by 2 minus A3 by 3 divided by A1 plus A2 minus A3. യെസ്, കറക്റ്റ്. മൈനസ് A3 ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. പെട്ടെന്ന് ചെയ്ത് എല്ലാവരും. എന്നിട്ട് എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കുക. ചാറ്റ് ബോക്സിൽ എത്രയും വേഗം ഇടുക.
Okay, is there any doubt for this? എന്തെങ്കിലും സംശയമുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പിനോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. So what is the value for x bar and y bar? Okay, x bar 170 point something, right, and y bar 86 point y bar 89 ആണ് ഓക്കെ. y bar ഏകദേശം ഒരു 86 point സംതിങ് കിട്ടും. കുഴപ്പമില്ല, ഏകദേശം കറക്റ്റാണ്. X bar is 170.2142 mm and y bar is 86.8753 mm. So please check these values. Okay, ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. So the next problem ഇതുപോലുള്ള ഒരു സിമിലർ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ഷെയ്ഡഡ് ഏരിയ. ഇതേപോലത്തെ ഷെയ്ഡഡ് ഏരിയ ഫിഗർ വരച്ചോ. ഫിഗറിൽ പ്രത്യേകത വേറെ ഒന്നുമല്ല. ദിസ് ഇസ് എ ക്വാർട്ടർ സർക്കിൾ അല്ലേ, ക്വാർട്ടർ സർക്കിൾ. ഫ്രം ദെയർ എ സെമി സർക്കിൾ ഈസ് കട്ട് ഔട്ട് ഓർ റിമൂവ്ഡ്. സെമി സർക്കിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് 1 ആയിട്ട് എടുക്കുന്നത്? എന്താണ് സെമി ക്വാർട്ടർ സർക്കിൾ ആൻഡ് സെമി സർക്കിൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നു. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കിയേ, തന്നെ ചെയ്ത് നോക്കുക. May take 1 as this is 1 and this is 2. That is 1 as quarter circle. Which is plus, and you are removing the semicircle. So semicircle negative. Find the values for x1, y1, a1, x2, y2, a2, and using the relation find x bar and also y bar. X bar and y bar. Niharika, sir, x ബാറിന്റെ റിലേഷൻ എന്തായിരിക്കും ഈ കേസിൽ? അറിയില്ല. എങ്ങനെയായിരിക്കും സാധാരണ? എങ്ങനെയാണ് ഇക്വേഷൻ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സാധാരണ വരുന്നൊരു ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ. അല്ല, എക്സ് ബാറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് a1 x1 പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഇല്ലായിരുന്നോ? എങ്ങനെയായിരുന്നു വന്നത്? (2/3 × 100). അല്ല,
അത് നമുക്ക് ഓരോ വാല്യൂ അല്ലേ, x1 y1 അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് എക്സ് ബാർ, അതായത് ഫൈനൽ റിലേഷൻ ഈ കാണുന്നത് എക്സ് ബാറിന് നമുക്കൊരു റിലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായില്ലേ, a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ബൈ a1 പ്ലസ് a2 പ്ലസ് a3 എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, നമുക്ക് 2 സെക്ഷൻ ആണുള്ളത് അല്ലെ. സെക്ഷൻ 1 എന്ന് സെക്ഷൻ 2 നമ്മൾ റിമൂവ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അതെന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പുള്ള ഒരു സാധനം നമുക്കില്ല അല്ലേ. ഇതൊരുമാതിരി പക്ഷിയുടെ ചുണ്ട് പോലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പക്ഷിയുടെ ചുണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ക്വാർട്ടർ സർക്കിൾ എന്ന് പഠിച്ചിട്ടുണ്ട്, അതേപോലെ സെമി സർക്കിൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പക്ഷിയുടെ ചുണ്ട് പോലത്തെ സാധനം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ക്വാർട്ടർ സർക്കിളിന്റെ പേര് നമ്മൾ 1 എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ, സെമി സർക്കിളിനെ 2 എന്നും കൊടുത്തു. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് 2നെ എന്താണ് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് 1 - 2 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പോ ഈ എക്സ് ബാറിന്റെ റിലേഷന്റെ ന്യൂമറേറ്റർ, അതായത് മേളിലെല്ലാം a1 x1 a2 x2 a3 x3 അങ്ങനെ 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 പോകും. അപ്പൊ ഇവിടെ 1ഉം 2ഉം രണ്ടെണ്ണം അല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഉള്ളത്, a1 x1 ഉണ്ട്, a2 x2 ഉണ്ട്. അപ്പം ഇത് പ്ലസ് ആണ്, ഇത് മൈനസും ആണ്. നമ്മൾ റിമൂവ് ചെയ്യേണ്ട പോർഷൻ നമ്മൾ മൈനസ് കൊടുക്കും. താഴെ എന്തായിരിക്കും കൊടുക്കുക, a1 മൈനസ് a2. y ബാറിന്റെ കേസിൽ എന്തായിരിക്കും വരിക, ഇതേപോലെ തന്നെ എക്സ് ഉള്ളിടത്തൊക്കെ y ആയിരിക്കും. a1 y1 മൈനസ് a2 y2 അല്ലെ, ബൈ a1 മൈനസ് a2. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ ഈ x1 x2 y1 y2 a1 a2 ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം ഓരോന്നിൻ്റെയും. ഓക്കെ, അപ്പൊ ഇത് സാവകാശം വീട്ടിൽ പോയിരുന്ന് ഒന്ന് ചെയ്ത് നോക്കാം. പറഞ്ഞോ. x1 വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെമി ക്വാർട്ടർ സർക്കിൾ അല്ലേ. ക്വാർട്ടർ സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലൈനിൽ നിന്ന് 4r/3π മാറിയിട്ടാണ് അല്ലേ. ഇവിടുന്ന് ഒരു 4r/3π മാറി, അതേപോലെ ഇവിടുന്ന് ഒരു 4r/3π മാറിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഇവിടെ ആണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന കുറെ കേസുകൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് ഒരു വട്ടം കൂടെ ഒന്ന് കാണുക ആ വീഡിയോ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ അത് പ്രകാരം ഈ ഒരു പോയിന്റിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4r/3π ആണ്. ഓക്കെ, 4r/3π. ഇവിടെ r-ന്റെ വാല്യൂ എന്താണ്, 10 ആണ് അല്ലേ. r-ന്റെ വാല്യൂ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 4.2441 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അത്രയും സെന്റിമീറ്റർ. ഇനി y1 അതേപോലെ തന്നെ 4r/3π തന്നെയാണ്. അപ്പോൾ സെയിം വാല്യൂ ഇവിടെ കിട്ടും, 4.2441 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഏരിയ, സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, πr². അപ്പൊ അതിന്റെ 4/1 ഈ കാണുന്ന ക്വാർട്ടർ സർക്കിൾ, അതായത് 1/4 ഓഫ് എ സർക്കിൾ ആണ്. therefore πr²/4. r-ന്റെ വാല്യൂ നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 78.5398. ഓക്കെ, ഇനി സിമിലർലി x2 എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിന്റെ x എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ്. ഇവിടാണ് അതിന്റെ സെൻട്രോയിഡ് വരിക. ഈ സെൻട്രോയിഡിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ഈ 5 തന്നെയാണ്. therefore നമ്മൾ 5 എന്ന് കൊടുക്കുന്നു, 5 സെന്റിമീറ്റർ. y2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് 4r/3π. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഒരു വട്ടം കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 4r/3π. അവിടെ r-ന്റെ വാല്യൂ 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 4r/3π, r-ന്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 39.2699 സെന്റിമീറ്റർ കിട്ടും. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് πr², അതായത് πr²/2. ഇവിടെയും r നമ്മൾ എന്താണ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു ഈ 39.26 ഏരിയ ആയിരുന്നേ, സെന്റിമീറ്റർ സ്ക്വയർ. y2 നിങ്ങൾക്ക് കിട്ടേണ്ടത് 2.1221 സെന്റിമീറ്റർ ആയിരിക്കും.
ഓക്കെ, ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ടത് 3.4882 സെന്റിമീറ്റർ കിട്ടണം. Similarly, for y bar, you have to get 6.3661 centimeter. ഓക്കെ, ഇത്രയും കിട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ടൈം ഏകദേശം കഴിഞ്ഞു. ഓക്കെ